2013 നവംബർ 12 എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വർഷം. അത് മറ്റൊന്നല്ല, ചാൾസ് രാജകുമാരൻ അവറുകളെ കണ്ടുമുട്ടിയ വർഷവും ദിനവും. ഇപ്പോഴത്തെ ചാൾസ് മൂന്നാമൻ രാജാവ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അവാർഡ് ആണ് അത്. തിരുവനന്തപുരം ജില്ലയിൽ മാധവൻ പിള്ള ഫൗണ്ടേഷൻ, അതായത് ഒരു ഫോറസ്റ്റ് ഓഫീസർ മരണപ്പെട്ടതിൻ്റെ ഓർമ്മ ദിനത്തിൽ അവരാദ്യമായിട്ട് ഇത്രയും വലിയൊരു അവാർഡ് കൊടുത്ത് ആദരിച്ചൊരു വർഷമാണ് അത്. എനിക്കായിരുന്നു. 1,00,000 രൂപയുടെ അവാർഡും മെമൻറ്റോയും ഷോളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അവാർഡെന്ന് പറയുന്നത് ലോകപ്രസിദ്ധനായ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അതിൻ്റെ പേര് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ പേര് ബാലൻ മാധവൻ എന്നാണ്. ആ സാറിൻ്റെ അച്ഛനാണ് മാധവൻ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡായിരുന്നു ഏറ്റവും വലിയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു. 1,00,000 രൂപയും പ്രശംസി പത്രവും മെമൻറ്റോയും ഒക്കെ ആയിരുന്നു. അന്ന് പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത ആ അവാർഡ് എനിക്ക് സമ്മാനിക്കാനായി എത്തിയ വിശിഷ്ട അതിഥി മേനകാ ഗാന്ധി അവറുകളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ലിൻഡ എന്ന് പറയുന്ന ഒരു മാഡം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഫ്രഞ്ചുകാരിയാണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരിയാണ്. അദ്ദേഹം ഒരു ഏറ്റവും പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ്. രാജകുമാരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. അപ്പോൾ ഈ സംസാരത്തിനിടയിലാണ് അദ്ദേഹം ഇന്ത്യയിൽ കേരളത്തിൽ വരുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ എന്തെങ്കിലും അവസരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഇന്നതുപോലെ വാവാ സുരേഷാണ്, ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അന്ന് തൊട്ടടുത്ത ദിവസം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അവരുടെ ബർത്ത്ഡേ ആണ്. അന്ന് അതിനും ക്ഷണമുണ്ടായിരുന്നു, പക്ഷേ അതിന് പോലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് വാവാ സുരേഷിനെ കാണണം, പരിചയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ അദ്ദേഹത്തെ കാണാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മാധവൻ പിള്ള സാറിൻ്റെ മകൻ, അതായത് ബാലൻ സാറിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിൻ്റെ വിളിച്ച വണ്ടിയിൽ ഞങ്ങൾ യാത്രയായി ആ സ്ഥലത്തെത്തുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് തൃശ്ശൂർ ജില്ലയിൽ വാഴച്ചാൽ IBയിൽ വെച്ചാണ് കണ്ടുമുട്ടാനുള്ള അവസരം തന്നത്. അതിലുപരി ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടി 7 മിനിറ്റാണ് അനുവദിച്ചിരുന്നത്. ഇതിൽ ഭാഗ്യം കിട്ടിയത് എനിക്കാണ്. എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിൽ 2 കയ്യിലും എൻ്റെ തുടകളിലും അന്ന് ബാൻഡുകളുണ്ടായിരുന്നു. ബാൻഡെന്ന് വെച്ചാൽ അറിയാം, ഞാൻ അതിന് 2 ദിവസങ്ങൾക്ക് 3 ദിവസങ്ങൾക്ക് മുന്നേ ഓട്ടർ എന്നറിയപ്പെടുന്നൊരു നീർനായ പിടികൂടി അതിൻ്റെ കടികിട്ടി കൈയെല്ലാം പഴുത്ത് ബാൻഡിട്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ കാണാനുള്ളൊരു അവസരം കിട്ടുന്നത്. എൻ്റെ കയ്യിലൊക്കെ സ്മെല്ലടിച്ചു വേണം. അപ്പോൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയെന്ന് പറയാം, നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മുടെ DGP വരെ അവിടെ ഉണ്ട്. പക്ഷേ അവർക്ക് പോലും നിശ്ചിത അകലം കൊടുത്തിട്ടുണ്ട്. നിശ്ചിത അകലം, അവർ ഒരു അകലമുണ്ട്. ആ അകലത്തിൽ നിന്ന് മാത്രമേ അവർക്ക് സംസാരിക്കാൻ പാടുള്ളൂ. ആ സമയത്താണ് ഞങ്ങൾ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹം കാടൊക്കെ കണ്ട് മടങ്ങി വരുമ്പോൾ ഞങ്ങൾ കാണാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ നടന്നു വരുന്നു. നടന്ന സമയത്ത് അന്ന് ആരെയും ശ്രദ്ധിക്കാൻ നേരെ എൻ്റെ അടുത്തേക്ക് വരുന്നു. എൻ്റെ കൈ പിടിക്കുന്നു. എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നിന്ന് ഒരു 15-20 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പർശനം അല്ലെങ്കിൽ ആ ഒരു ടച്ചിങ് ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് ഒരിക്കലും ഇനി എന്ത് കിട്ടിയാലും അതിനേക്കാളും വലുതാകില്ല. കാരണം ഞാനൊക്കെ അന്നൊരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായ മേശരിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൽ കിട്ടുന്ന സമയത്താണ് അതിഥികളെ സേവ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ലോകത്തിൻ്റെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിലെ രാജകുമാരൻ നമ്മുടെ നാട്ടിൽ വരുന്നതും എനിക്ക് അദ്ദേഹത്തെ കാണാനും തൊടാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീഡിയോ ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പല ആൾക്കാരും അദ്ദേഹത്തെ ഇത് വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് കിസ് ചെയ്യുന്ന അന്നിങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും വാർത്തകളില്ല. അപ്പോൾ അത് കണ്ടാരി അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നതെല്ലാം മാധവൻ സാറിൻ്റെ മകൻ ബാലൻ സാർ എനിക്ക് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. അപ്പോൾ പിടിക്കുന്ന രീതി, കൈകൊണ്ട് പിടിക്കുന്നത് എങ്ങനെയാണ്, എന്തിനാണ് കൈകൊണ്ട് പിടിക്കുന്നത്, മറ്റു ഉപകരണങ്ങളൊന്നുമില്ലേ. ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം വെച്ചാണ് പിടിക്കുന്നത്, ഇങ്ങനത്തെ സാധനം വെച്ച് ക്ലിപ്പ് ചെയ്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് എല്ലാം മലയാളത്തിൽ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു അവർക്ക് വേദന ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഭയമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ്. കിസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് നമ്മളതിൻ്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് നമ്മൾ അവരെ പേടിപ്പിക്കാതെ വളരെ സൈലൻ്റായിട്ട് അവരെ ശ്രദ്ധ തിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഞാൻ പുറകിൽ ഉമ്മ വെക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വിശദീകരിച്ചു. അപ്പോൾ പിടിക്കുന്ന രീതി ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു കയറ് പോലത്തെ ഒരു സാധനം തറയിൽ കിടക്കുന്നത് പോലെ കാണിച്ചിട്ട് അതിനെ പിടിച്ചിങ്ങനെ ഉയർത്തുന്നതായിട്ടൊക്കെ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വെച്ചാൽ അത് പിടിച്ചുയർത്തുന്നതും പിടിച്ച് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് ഡെമോ ചെയ്തു. പാമ്പൊന്നും ഇല്ലാതെ അറിയാമല്ലോ, നമുക്കവിടെ പാമ്പൊന്നും കാണിക്കാൻ നിയമമില്ല, നിയമ തടസ്സങ്ങളുണ്ട്. പാമ്പെന്നാൽ എൻ്റെ വണ്ടിയിൽ പാമ്പുണ്ട്. ഞാൻ പോണ വഴിക്ക് കാട്ടുപാമ്പിനെയും അതുപോലെ കോബ്രയും എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, തലേദിവസം പോകുന്നത്. പക്ഷേ അതൊന്നും കാണിക്കാനുള്ള നിയമം നമുക്കില്ല, നമുക്ക് നിയമ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ പാമ്പിനെ പിടിക്കുന്ന രീതി, കിസ് ചെയ്യാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കിസ് ചെയ്യുന്ന രീതിയൊക്കെ അദ്ദേഹത്തിന് കാണിച്ചു.
അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക ഓടി എൻ്റെ തോളിലൊക്കെ തട്ടി എന്നെ കയ്യിൽ കുറേ നേരം പിടിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മോഹമാണ് വാവ സുരേഷിൻ്റെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതെനിക്ക് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി. നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ നമുക്ക് ആകപ്പാട് അനുവദിച്ചത് 7 മിനിറ്റ് സമയമാണ്. അറിയാമല്ലോ നമുക്ക് അവർക്ക് ചാർട്ടുണ്ട്. പക്ഷേ ആ 7 മിനിറ്റ് മറികടന്നുകൊണ്ട് ഏകദേശം 20-നും 30-നും മിനിറ്റ് ഇടയ്ക്ക് സമയം അനുവദിച്ചു. അതൊന്നും നമുക്ക് ഇന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് അല്ലെങ്കിൽ എനിക്കൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ഒരാളിനെ കാണാൻ പോയി കഴിഞ്ഞാൽ അവരെ കാത്തു നിന്ന് മണിക്കൂറുകൾ കാത്തു നിന്ന് തൊഴുത് നിന്നൊക്കെയാണ് നമ്മൾ ആ ആളിനെ കാണുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരുന്നു, നടന്നു വരുന്നു, നമ്മളെ വിഷ് ചെയ്യുന്നു, നമുക്ക് ഷേക്കേണ്ടി വരുന്നു, നമ്മളെ കൈകളിൽ വൃത്തികെട്ട കരങ്ങൾ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെക്കുന്നു, നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നമ്മളെ ഒരിക്കലും മറക്കില്ല എന്ന് നമ്മളോടൊപ്പം പറഞ്ഞിട്ട് യാത്രയാവുന്നു. അപ്പോൾ ഇതൊക്കെ എന്നെപ്പോലുള്ള, കാരണം ഒരു പാമ്പ് സംരക്ഷണം എനിക്ക് മുന്നേ ഒരുപാട് പാമ്പ് സംരക്ഷണം നമ്മുടെ ഭാരതത്തിലും കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്, ഒരവസരമാണ് 2013 നവംബർ 12-ാം തീയതി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷവും ദിനവും കൂടിയാണെന്ന് കൂടി ഞാൻ ഓർക്കുന്നു.